ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ഷോർട്ട് ഫിലിമുമായിട്ടാണ്. ഡെഡ് പെയിൻറ്റർ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഒരു ഹൊറർ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഷോർട്ട് ഫിലിം ആരംഭിക്കുമ്പോൾ ഒരു പെയിൻറ് കുപ്പിയാണ് കാണിക്കുന്നത്. അതിനുള്ളിൽ നിന്ന് പെയിൻ്റ് എടുത്ത് നമ്മുടെ നായിക അവളുടെ വീടിന്റെ ചുമരിൽ അവിടെ എവിടെയായിട്ട് ചെറിയ പാടുകൾ ഉണ്ടായിരുന്നു. അത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ആ വീട് മുഴുവൻ പെയിന്റ് ചെയ്തത് അവൾ തന്നെയാണ്. അപ്പോഴൊന്നും ഇങ്ങനെ പെയിന്റ് അടിക്കാൻ വിട്ടുപോയതായിട്ട് അവൾക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അങ്ങനെ നായിക ആ പെയിന്റ് അടിക്കാൻ വിട്ടുപോയ ഭാഗമെല്ലാം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ തൊട്ടടുത്തായി ചുമരിൽ തൂക്കിയിരുന്ന ഒരു ഫോട്ടോ തലകീഴായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നായിക അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ ഫോട്ടോയുടെ പിന്നിൽ നിന്നും ആരോ ടും ടും എന്ന് തട്ടുന്ന ശബ്ദം നായിക കേൾക്കുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോട്ടോ നോക്കുമ്പോഴേക്കും അത് തലതിരിഞ്ഞാണ് നിൽക്കുന്നത്. അവൾ ആകെ അന്തം വിട്ടുപോയി. ഉടനെ തന്നെ അവൾ ആ ഫോട്ടോ മാറ്റി നോക്കുമ്പോൾ അതിന് പിന്നിൽ ഒന്നും തന്നെയില്ല. ആകെ പെയിന്റ് അടിക്കാതിരിക്കുന്ന ഒരു ഭാഗം പോലെ ഒരു ചെറിയ ഡോട്ട് അവിടെ കാണാൻ പറ്റി. അവൾ വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന ബ്രഷ് ഉപയോഗിച്ച് അത് പെയിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ പേടിച്ച് വിറച്ച് അവൾ കിടക്കയിലേക്ക് വീണുപോയി. നന്നായിട്ട് പേടിച്ചു പോയെങ്കിലും ആ ശബ്ദം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എന്തെങ്കിലും കേട്ടതായിരിക്കും, ഇവിടെ നിന്നൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നായിക അവിടെ പെയിന്റ് അടിക്കാൻ പോകുന്നു. പെട്ടെന്ന് നായികയുടെ അനിയത്തി ഫോൺ വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബാക്കിയൊന്നും ചിന്തിക്കാതെ വേഗം ആ ഫോട്ടോ എടുത്തിട്ട് ആണിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ഫോൺ എടുത്ത് സംസാരിക്കുന്നു. ആ സമയത്ത് ആ ഫോട്ടോയിലുള്ള ഇരുട്ട് മൂടിയ ടണൽ കാണിക്കുന്നു. അതിനുള്ളിൽ നിന്നും ആരോ നടന്നു വരുന്നത് പോലെയുള്ള ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. കഥ കേൾക്കുന്നതിനോടൊപ്പം ഞാനൊരു ആപ്പ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്പിന്റെ പേര് ഈ കാണുന്നതാണ് കേട്ടോ. ആപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഗെയിമോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമല്ല. ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ നിറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു OTT പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പോൾ ഈ ആപ്പിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് കിട്ടും. അത് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കാണാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അടുത്ത സീൻ നട്ടപ്പാതിര, കൂരാക്കൂരിട്ട് നമ്മുടെ നായിക ഉറങ്ങുന്നതാണ് കാണുന്നത്. ആ സമയത്ത് അവളുടെ കാല് ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും ചുമരിനു പിന്നിലായി ആരോ തട്ടുന്നത് പോലുള്ള ശബ്ദം അവൾ കേൾക്കുകയും ചെയ്യുന്നു. നായികയാവട്ടെ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഫോട്ടോ കറങ്ങാൻ തുടങ്ങി. അത് കറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ നായികയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് പോലെ നായികയ്ക്ക് തോന്നുന്നു. അവളുടെ പുതപ്പ് ആരോ പിടിച്ചു വലിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ നായികയ്ക്ക് കണ്ണു തുറക്കാനോ അവിടെ നിന്ന് എഴുന്നേക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചും വലിച്ചും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ആ ഫോട്ടോയും വേഗത്തിൽ പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിന്റെ പിന്നിൽ നിന്നും ടം 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 എന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നു. നായികയാവട്ടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ ഫോട്ടോ താഴേക്ക് വീഴുന്നു. അതിന്റെ പിന്നിൽ നിന്നും കറുത്ത ഒരു തരം പെയിന്റ് ആ ചുമരിലെല്ലാം വ്യാപിക്കുന്നു. അപ്പോഴും നമ്മുടെ നായികയ്ക്ക് ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ തല വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ ആ കറുത്ത പെയിന്റിനുള്ളിൽ നിന്നും ഒരു കറുത്ത കൈ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്ന ആ കറുത്ത കൈ നമ്മുടെ നായികയുടെ അടുത്തേക്ക് നീണ്ടുവരുന്നു. അവളെ കൊല്ലുന്നതിന് വേണ്ടിയാവണം. ആ സമയത്ത് പെട്ടെന്ന് നായികയുടെ അനിയത്തി വീണ്ടും ഫോൺ വിളിക്കുന്നു. ഉടനെ തന്നെ ആ കൈ എന്തോ ആംഗ്യം കാണിച്ചതും ആ ഫോൺ ചുരുണ്ടും മരടങ്ങി പേപ്പർ ക്രഷ് ചെയ്തുപോലെ ആയിപ്പോയി. അതിനുശേഷം ആ കൈ നായികയെ കിടക്കയിൽ നിന്നും പതിയെ മുകളിലേക്ക് ഉയർത്തുന്നു. എന്നിട്ട് അവളെ തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൽ ആ പ്രേതം വിജയിക്കുകയും ചെയ്യുന്നു. ഇപ്പോ നമ്മുടെ നായികയുടെ കൺട്രോൾ പൂർണ്ണമായും ആ പ്രേതത്തിന്റെ കയ്യിലാണ്. ആ പ്രേതത്തിന്റെ ചിന്തക്കനുസരിച്ച് നായിക അവളുടെ കൈ അവളുടെ കഴുത്തിലും താടിയലിലുമായി പിടിക്കുന്നു. അങ്ങനെ വളരെ ക്രൂരമായി നായിക മരണപ്പെടുന്നു. അതോടുകൂടി ഈ കൊച്ചു ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു. ഈ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ കൂടി ഞാൻ പറയാം. ഈ കഥ ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ അന്നത്തെ വീഡിയോയിൽ വോയിസ് തീരെ ഇല്ലായിരുന്നു. അത് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഓഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. അപ്പോൾ അതും കൂടി കണ്ടിട്ട് അഭിപ്രായം തീർച്ചയായും പറയുക. കഥ ആരംഭിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പഴയ മ്യൂസിക് പ്ലേ ആവുന്നത് നമുക്ക് കേൾക്കാം. ആ പാട്ട് ഈ വീട്ടിൽ നിന്നുമാണ് കേൾക്കുന്നത്. വീടിനുള്ളിൽ ഒരു കൊച്ചുകുട്ടി ആ പഴയ പാട്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് TV-യിൽ ആസ്വദിച്ച് കാണുകയാണ്. പോരാത്തതിന് അടുത്തടുത്ത ഡയലോഗുകളൊക്കെ കറക്റ്റായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുമുണ്ട് അവൾ. ഇതാണ് ആ കുട്ടിയെ നോക്കുന്ന ആയ. അവർ ആ കുട്ടി TV കാണുന്ന സമയത്ത് അവരുടേതായ എഴുത്ത് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാവട്ടെ TV കണ്ട് ഒരു സൈഡിൽ കൂടെ ആ ബിസ്ക്കറ്റ് കുപ്പി തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മോള്, വല്ലാണ്ട് വിഷമിപ്പിച്ചോ എന്ന് അമ്മ ആയയോട് ചോദിക്കുന്നു.
ഇല്ല, അവൾ സ്മാർട്ടല്ലേ എന്ന് അവർ മറുപടി പറയുന്നു. ശരി, ഇനി അടുത്ത ശനിയാഴ്ച വന്നോളൂ എന്നും പറഞ്ഞ് അന്നത്തെ ശമ്പളവും കൊടുത്ത് അമ്മ ആയയെ പറഞ്ഞയക്കുന്നു. ഇതേ സമയം ആ കുട്ടിയാണെങ്കിലോ TV കണ്ട് ഉറങ്ങിപ്പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഉറങ്ങിയതൊന്നുമല്ല, അമ്മ വന്നപ്പോൾ രാവിലെ ബിസ്ക്കറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇത് ബിസ്ക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാം തീർത്തും കഴിഞ്ഞു. അതുകൊണ്ട് വായിലുള്ള ബിസ്ക്കറ്റ് അമ്മ കാണാതിരിക്കാൻ ഉറങ്ങിയ പോലെ കിടക്കുകയാണ് കള്ളി. സത്യം പറ, നീ എത്ര ബിസ്ക്കറ്റ് അകത്താക്കി? ഇല്ലമ്മേ, ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ എന്നും പറഞ്ഞ് അവൾ സത്യം ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എത്ര ബിസ്ക്കറ്റ് ആ കുപ്പിയിലുണ്ടായിരുന്നു എന്ന് ഞാൻ എണ്ണി വെച്ചിരുന്നു. ഞാൻ നോക്കട്ടെ എത്ര ബാക്കിയുണ്ട് എന്നും പറഞ്ഞ് അമ്മ കുപ്പിയിലുള്ള ബിസ്ക്കറ്റ് എണ്ണാൻ പോകുന്നു. ശേഷം അമ്മ ആ കുപ്പിയിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന ബിസ്ക്കറ്റെല്ലാം വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മ എന്താ ചെയ്യണേ എന്നും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടി അമ്മയെ നോക്കാൻ പോകുന്നു. ആ കുപ്പിയിലേക്ക് നോക്കിയതും അവൾ പേടിച്ച് വിറച്ചുപോയി. ബിസ്ക്കറ്റ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അമ്മ പുതിയൊരു കുപ്പി വാങ്ങി വന്നില്ലേ, അതിൻ്റെ രൂപം ഒറ്റ നോട്ടത്തിൽ കണ്ട പേടിച്ചു പോവും. ഒരു ഭീകര രൂപത്തിലുള്ള കുപ്പി. കുഞ്ഞാകെ പേടിച്ചിട്ട് അമ്മയോട് പറയും, വേണ്ട, എനിക്ക് ഈ കുപ്പി വേണ്ട. ആണോ, എങ്കിൽ നീ ഇതിലുള്ള ബിസ്ക്കറ്റ് തിന്നണ്ട, ഇത് വലിയവർക്കുള്ളതാ. കുഞ്ഞുകുട്ടികൾ തൊട്ടാൽ ഈ കുപ്പിയിലെ ഭൂതം അവരെ കൊന്നുകളയും. പിന്നെ എന്തിനാ ഇത് വാങ്ങിയത്? നീ ഇനി ഓവറായിട്ട് ബിസ്ക്കറ്റ് കഴിക്കാതിരിക്കാൻ തന്നെ വാങ്ങിയതാണ് എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോകുന്നു. ശേഷം ആ കുപ്പിയെ ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ആ കൊച്ചുകുട്ടി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ ഒച്ചയുണ്ടാക്കാതെ അമ്മ എന്ത് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നു. അവർ ആരോടോ കാര്യമായി പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ഇത് തന്നെ കറക്റ്റ് ടൈം, ഒരു ബിസ്ക്കറ്റ് അകത്താക്കിയേക്കാമെന്നും പറഞ്ഞ് അവൾ അമ്മ കാണാതെ ആ പുതിയ കുപ്പിയുടെ മൂടി തുറന്ന് കൈ ഉള്ളിലേക്കിട്ട് ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് ആ കുപ്പിയെ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചിട്ട് ആ ബിസ്ക്കറ്റിലൊരു കടി, എന്നിട്ട് ഒരൊറ്റ ഓട്ടം പോയിട്ട് വീണ്ടും അവൾ TV കാണാൻ തുടങ്ങി. രാത്രിയായി. ആ കുട്ടി TV കണ്ട് സോഫയിൽ തന്നെ കിടന്നുറങ്ങിപ്പോകുന്നു. TV ഇപ്പോഴും ഓണായി കിടക്കുകയാണ്. പെട്ടെന്ന് ആ കുട്ടി കണ്ണു തുറന്ന് എഴുന്നേറ്റ് TVയിൽ നോക്കുന്നു. അതിൽ ഒരു പെണ്ണിൻ്റെ പിറകിൽ എന്തോ ഒരു രൂപം മറഞ്ഞു നിൽക്കുന്നത് അവൾ കാണുന്നു. ഉടനെ തന്നെ അവൾ അത് പോസ് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ വീട്ടിൽ ആ ബിസ്ക്കറ്റ് ഇട്ട് വെക്കാൻ വെച്ചിരുന്ന കുപ്പിയില്ലേ, ആ കുപ്പിയോടുള്ള അതേ രൂപം. അവൾ ഉടനെ പേടിച്ച് അമ്മേ അമ്മേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി നോക്കുമ്പോഴും അവിടെയും ആരെയും കണ്ടില്ല. മറ്റൊരു റൂമിൽ ഒരു ബെഡിൽ ഒരു ചുവന്ന തുണി പുതച്ച് ഒരു രൂപം ഇരിക്കുന്നത് അവൾ കാണുന്നു. അത് അവളുടെ അമ്മയാണെന്ന് കരുതി അവൾ ആ തുണി മാറ്റുന്നു. ആ തുണിക്കുള്ളിൽ ഒന്നുമില്ല എന്ന് കണ്ട അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ ഭീകര രൂപം പിറകിൽ കൂടി ഓടി വന്ന് അവളെ പിടിക്കുന്നു. ആ സീൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്നത് അവളുടെ അമ്മ അവളെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ ശ്രമിക്കുന്നതാണ്. കാരണം അവൾ ഉറക്കത്തിൽ നിലവിളിക്കുകയായിരുന്നു. കുട്ടി എഴുന്നേറ്റ ഉടനെ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആ ബിസ്ക്കറ്റ് കുപ്പിയിലേക്ക് നോക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ ആ കുഞ്ഞിനെ അമ്മ അവളുടെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും അവൾക്ക് ഉറക്കം വന്നില്ല. ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചുകൊണ്ട് ആ റൂം മുഴുവൻ അവൾ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്തോ പ്ലാൻ ചെയ്തതുപോലെ കബോർഡിൽ നിന്നും ഒരു തുണിയെടുത്ത് താഴെ ഹാളിലേക്ക് പോകുന്നു. ആ തുണി ഉപയോഗിച്ച് അവൾ ആ ബിസ്ക്കറ്റ് കുപ്പി പൊതിഞ്ഞെടുത്ത് എങ്ങോട്ടേക്കോ പോകുന്നു. ഇരുട്ടത്ത് ആ കുപ്പിയും കൊണ്ട് അവൾ നടക്കുകയാണ്. എന്നിട്ട് അതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് അറഞ്ചം പുറഞ്ചം അടിച്ച് പൊട്ടിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കൊച്ചു പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ നല്ല ഫ്രഷായിട്ട് ഉറങ്ങി എഴുന്നേറ്റു അവൾ. എഴുന്നേറ്റ ഉടനെ തന്നെ അവൾ ഹാളിലേക്ക് പോകുന്നു. അവിടെ നോക്കിയപ്പോൾ ആ കുപ്പിയില്ല. അവൾക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് എന്നുള്ള രീതിയിൽ അവൾ നെടുവീർപ്പിടുന്നു. ആ സമയത്ത് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് അവളോട് ചോദിക്കും, മോളെ എവിടെ ഇരുന്ന ആ ബിസ്ക്കറ്റ് കുപ്പി എവിടെ? എനിക്കറിയാൻ പാടില്ല എന്ന് ഒരു കള്ള ചിരിയോടുകൂടി അവൾ മറുപടി പറയുന്നു. അപ്പോൾ നീ ആ കുപ്പി തൊട്ടതേ ഇല്ല അല്ലേ? കള്ളം പറയാതെ സത്യം പറഞ്ഞോ എന്ന് അമ്മ അവളോട് വീണ്ടും ചോദിക്കുന്നു. അവളാവട്ടെ ഒന്നും അറിയാത്തതുപോലെ മിണ്ടാതെ നിഷ്കളങ്കയായി നിൽക്കുന്നു. ശരി, അപ്പോൾ നീ ഇനി ബിസ്ക്കറ്റ് കഴിക്കില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. ഇല്ല അമ്മേ, ഞാൻ കഴിക്കുകയില്ല എന്ന് അവൾ മറുപടി പറയുന്നു. അങ്ങനെ ആ സംഭവങ്ങൾക്ക് ശേഷം 2 ആഴ്ച കഴിഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ വരുന്ന ആയയില്ലേ, പുള്ളിക്കാരി ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആ കുട്ടിയാവട്ടെ മറ്റൊരു റൂമിലിരുന്ന് കളിക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. ആ ആയാവട്ടെ ചാടി എഴുന്നേറ്റ് നേരെ വണ്ണം ഒന്നും സംസാരിക്കാൻ പോലും നിൽക്കാതെ അന്നത്തെ സാലറിയും വാങ്ങി അവിടെ നിന്നും പോകുന്നു. ആ കുട്ടിയാവട്ടെ ഭയങ്കര കാര്യത്തിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവളുടെ അമ്മ വന്ന് അവളോട് ചോദിക്കും, മോളെ വാ, ഉറങ്ങണ്ടേ? പിന്നീട് കാണിക്കുന്നത് അവളുടെ എല്ലാ പാവകളിലും അവൾ ആ ഭീകരരൂപം വരച്ചു വച്ചിരിക്കുന്നതായിട്ടാണ്. ഏത് ഭീകരരൂപം എന്നറിയാലോ? ആ കുപ്പിയുടെ രൂപം. അവളുടെ അമ്മയുടെ ഫോട്ടോയിൽ പോലും അവൾ അത് വരച്ചു വച്ചിരിക്കുന്നു. ശേഷം അവളെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല അമ്മേ. അതിനുശേഷം അമ്മ ഡോറടച്ച് അവിടെ നിന്നും പോകുന്നു. ലൈറ്റ് ഓഫ് ആയതും അവൾ ഉടനെ തന്നെ പുതപ്പെടുത്ത് മൂടി ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ആരോട് ഗുഡ് നൈറ്റ് പറയുന്നു. ആരോടാണെന്ന് നോക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയിലെ ഭീകരരൂപം. ആ സീനോടുകൂടി ഷോർട്ട് ഫിലിം അവസാനിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, 2 കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. അതുവരെ